ആരുടെ ഭാഗത്താണ് ശരി, ആരുടെ ഭാഗത്താണ് തെറ്റ്, പകൽ പോലെ വ്യക്തമാണെങ്കിലും എല്ലാവരും കണ്ണടച്ചങ്ങോട്ട് ഇരുട്ടാക്കാണ്. അനുമോള് തന്നെയാണ് കുറ്റക്കാരെന്ന് പലരും പറയാണ്. എന്നാൽ ആകെയുള്ള തെളിവെന്ന് പറയുന്നത് ആ ടിഷ്യൂ പേപ്പറിൽ എഴുതി കൊടുത്ത നമ്പറാണ്. ഇത് പറഞ്ഞ ആദിലയാണെങ്കിൽ പോവുകയും ചെയ്തു. അതിനൊരു തെളിവ് വേണ്ടേ? നമുക്കൊന്ന് കണ്ടാലോ? കണ്ടോ, ഇതാണ് നടന്നിരിക്കുന്നത്. ആകെയുള്ള തെളിവാണ്. അത് കൊണ്ടുപോയി ഇതാ നൂറ കളയുകയും ചെയ്തു. എന്തൊരു ചീപ്പ് ഗെയിമാണല്ലേ കളിക്കുന്നത്. അനുമോൾ ഇത് നൂറെടുത്ത് പോയി ചോദിച്ചപ്പോൾ നൂറ എന്താ പറഞ്ഞത്? എനിക്കറിയില്ല, അതോ നീ പോയി നോക്കുന്നത്. എന്നാൽ അനുമോൾ നോക്കുന്നതിന് മുമ്പായി ആരും അറിയാതെ ആ ടിഷ്യൂ പേപ്പർ എടുത്ത് കൊണ്ടുപോയി കളയുന്നു. എന്തൊരു ഡേർട്ടി ഗെയിമാണല്ലേ കളിക്കുന്നത്. മോളെ കരിവാരി തേക്കാൻ വേണ്ടി മനഃപൂർവ്വം ആദിലയും നൂറയും ശൈത്യയും കൂടി കെട്ടിച്ചമച്ച ഒരു കള്ളക്കഥയാണ്. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ കണ്ടായിരുന്നോ? എപ്പിസോഡിൽ വ്യക്തമായിട്ട് ബിഗ് ബോസ് കാണിക്കുന്നുണ്ട്. ഇന്നത്തെ എപ്പിസോഡിൽ നൂറ അള്ളാഹുവിനെ വിളിച്ച് വരെ സത്യം ചെയ്യുന്നുണ്ട്. എൻ്റെ അള്ളാഹണേ സത്യം, എനിക്കത് അറിയില്ല, ഒന്നും അറിയില്ല എന്ന്. ഇതെല്ലാം കഴിഞ്ഞ് അനുമോള് തിരിച്ചകത്തേക്ക് പോകുന്നുണ്ട്. അപ്പം അനു ഗാർഡൻ ഏരിയ എന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് അനുമോളടുത്ത് പറഞ്ഞു പോകുന്നതാണ് കേട്ടോ. നൂറയും ആദിലയും കൂടി ഇന്നലെ എൻ്റെ അടുത്ത് പറഞ്ഞത്. ആ സമയത്ത് അനുമോള് ഞെട്ടുന്നുണ്ട്. എന്താ നൂറയ്ക്ക് അറിയുമോ എന്ന്. ആ സമയത്താണ് അനുമോള് ഞെട്ടുന്നത്. അയ്യോ, നൂറയ്ക്ക് അറിയുമായിരുന്നോ എന്ന് പറഞ്ഞിട്ട്. പിന്നീട് ബിഗ് ബോസ് കാണിക്കുന്നത് നൂറയും ശൈത്യയും കൂടി ക്യാമറയുടെ അവിടെ നിന്ന് കരയുന്നതാണ്. ഇതൊക്കെയാണ് എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്നത്. ബിഗ് ബോസിന് തന്നെ വളരെ വ്യക്തമാണ്. ബിഗ് ബോസ് അത് പ്രേക്ഷകരെ കാണിച്ചു തരാണ്. നൂറയ്ക്ക് കാര്യങ്ങളെല്ലാം അറിയാം, നൂറ ഫേക്കായിട്ട് കളിക്കുകയാണെന്നുള്ളത്. ഇത് മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാക്കാം എന്ന് കരുതിയിട്ടായിരിക്കാം. ആകെയുള്ള തെളിവ് കളഞ്ഞു. ഇനിയിപ്പോൾ തെളിവൊന്നുമില്ല. അനുമോൾ എത്ര തപ്പിയാലും തെളിവൊന്നും കിട്ടാൻ പോകുന്നില്ല. അനുമോളെ മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാക്കാം. ബിഗ് ബോസിനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ബിഗ് ബോസ് എല്ലാം പ്രേക്ഷകരെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സംഭവിക്കാമെന്നെല്ലാം കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിലുണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.